أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ഏറ്റവും സ്നേഹമുള്ള 3-ാം ക്ലാസ്സിലെ ഉസ്താദിൻ്റെ പൊന്നുമക്കളെ, എല്ലാവർക്കും സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? എല്ലാവരും നല്ല സന്തോഷത്തിലല്ലേ ക്ലാസ്സിലേക്ക് വന്നത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? വുളുഇൻ്റെ ഷർത്തുകൾ പഠിച്ചു അല്ലേ? വുളു എടുക്കുന്ന അവയവങ്ങളിൽ സോപ്പിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ വുളു ശരിയാകുമോ? നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയേ. ആവുമോ? ഇല്ല. എന്താ കാരണം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, വുളുഇൻ്റെ അവയവങ്ങളിൽ സോപ്പ് പോലെയുള്ള ഒന്നും ഉണ്ടാവരുതില്ലേ? വെള്ളത്തിൻ്റെ ഗുണത്തിന് വ്യത്യാസം വരുത്തുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്നാൽ എൻ്റെ മുഖത്ത് കുറച്ച് പെയിൻ്റുണ്ട്. ഞാൻ വുളു എടുത്താൽ എൻ്റെ വുളു ശരിയാവുമോ? ഇല്ല. വെള്ളം ചേരുന്നതിനെ തടയുന്ന പെയിൻ്റ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം. ഓക്കെ, വുളുഇൻ്റെ ഷർത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ? നമ്മുടെ ആദിൽ മോൻ 5 ഷർത്തുകളും ഒന്ന് പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും കേൾക്കണേ. ഓക്കെ. വുളുഇന്റെ ഷർത്തുകൾ 5. 1. തഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക. 2. കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കുക. 3. വെള്ളത്തിന് ഗുണവ്യത്യാസം വരുത്തുന്ന സോപ്പ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 4. വെള്ളം ചേരുന്ന തടയുന്ന പെയിന്റ് പോലെയുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 5. നിലക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിന്റെ സമയമാവുക. വെരി ഗുഡ്, അഹ്സൻത. വളരെ ഭംഗിയായിട്ടുണ്ടല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാൻ കഴിയില്ലേ? കഴിയും അല്ലേ? ഓക്കെ. ഒരു മദ്രസയിൽ ഉസ്താദ് എല്ലാ കൂട്ടുകാരെയും വിളിച്ചു വരുത്തി, 3-ാം ക്ലാസ്സിലെ മിടുക്കന്മാരായ കൂട്ടുകാരുണ്ട്, അവരൊക്കെ വിളിച്ചു വരുത്തി വുളു പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു കുഞ്ഞുമോൻ വുളു എടുക്കുകയാണ്. അവനിങ്ങനെ വുളു എടുക്കുന്ന സമയത്ത് മറ്റു കൂട്ടുകാരൊക്കെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ഉസ്താദും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴേ ആ കൂട്ടുകാരൻ വുളു എടുത്തപ്പോൾ കൈമുട്ട് നനഞ്ഞിട്ടില്ല. അത് ഹാമിദ് കണ്ടു. ഹാമിദ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ
മുഹ്സിനിൻ്റെ വുളു ശരിയായിട്ടില്ല. മുഹ്സിനിൻ്റെ വുളു ശരിയായിട്ടില്ല. മറ്റു കുട്ടികളൊക്കെ എന്തുകൊണ്ടാണ് മുഹ്സിനിൻ്റെ വുളു ശരിയാകാത്തത് എന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഹാമിദ് മോൻ ഉസ്താദിന് കാണിച്ചു കൊടുത്തു, ഉസ്താദേ, മുഹ്സിനിൻ്റെ കൈമുട്ട് അത് നനഞ്ഞിട്ടില്ല. അപ്പോൾ മറ്റു കൂട്ടുകാർ ചോദിച്ചു, കൈമുട്ട് നനയാതിരുന്നാൽ വുളുവിനെന്താ കുഴപ്പം? അപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, 2 കൈയും മുട്ട് ഉൾപ്പെടെ കഴുകുക എന്നത് വുളുഇൻ്റെ ഫർളാണ്. വുളുഇൻ്റെ ഫർളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ ഫർളിൽ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായി കഴുകാതിരുന്നാൽ വുളു ശരിയാവുകയില്ല. അപ്പോഴാണ് മറ്റു കൂട്ടുകാർക്കൊക്കെ അത് മനസ്സിലായത്. മക്കളെ, വുളുഇൻ്റെ ഫർളുകളെക്കുറിച്ച് പഠിക്കുന്ന പാഠമാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് വുളുഇൻ്റെ ഫർളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കിതാബിലൂടെ നോക്കാം. എല്ലാവരും കിതാബ് എടുക്കൂ. എടുത്തോ? എല്ലാവരും കൈകൾ വെച്ച് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മെല്ലെ വായിക്കുകയും വേണം ഉസ്താദിൻ്റെ കൂടെ. റെഡിയല്ലേ? ഉസ്താദ് വായിച്ചു തരാം. അദ്ദർസു സാലിസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഉസ്താദേ, മുഹ്സിൻ്റെ വുളു ശരിയായിട്ടില്ല. അവൻ്റെ കൈമുട്ട് നനഞ്ഞിട്ടില്ല. ഹാമിദ് പറഞ്ഞു. കൈമുട്ടുൾപ്പെടെ കഴുകൽ വുളുഇൻ്റെ ഫർളാണ്. ഫർള് ഒഴിവാക്കിയാൽ വുളു ശരിയാവില്ല. ഉസ്താദ് പറഞ്ഞു. വുളുഇൻ്റെ ഫർളുകൾ ഏതൊക്കെയാണ്? ഹാമിദ് ചോദിച്ചു. വുളുഇന് 6 ഫർളുകളുണ്ട്. അൽ വാഹിദ് നിയ്യത്ത്. അസാനി മുഖം മുഴുവൻ കഴുകുക. 2 ഫർളുകളാണ് ഉസ്താദ് ഇന്ന് വായിച്ചത്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഓക്കെ? ഇനി എല്ലാവരും സ്ക്രീനിലേക്കൊന്ന് നോക്കണേ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് അല്ലേ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഒന്ന് ഉറക്കെ വായിക്കൂ മക്കളെ. വായിച്ചോളൂ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. കൈമുട്ട്. കൈമുട്ട് നനഞ്ഞിട്ടില്ല. കൈമുട്ട് നനഞ്ഞിട്ടില്ല. ഞ എന്നുള്ള അക്ഷരം എഴുതുന്നത് ശ്രദ്ധിച്ചോ? കൈമുട്ട് നനഞ്ഞിട്ടില്ല. ശരിക്കും ശ്രദ്ധിക്കണേ. കഴുകുക. എന്താണ്? കഴുകുക. ഴ എന്നുള്ള അക്ഷരം എഴുതുന്നത് ശ്രദ്ധിച്ചോ? എത്ര പുള്ളിയുണ്ട് ഴ എന്ന അക്ഷരത്തിന്? 3 പുള്ളിയുണ്ട് അല്ലേ? കഴുകുക. ഇന്ന് എത്ര ഫർളുകളാണ് നമ്മൾ പറഞ്ഞത്? എത്രയാ? 2 ഫർളുകൾ. 1 നിയ്യത്ത്. 2 മുഖം മുഴുവനും കഴുകുക. മുഖം മുഴുവനും കഴുകുക. അതിലെ നിയ്യത്ത് അത് നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യേണ്ടതാണ്. നിയ്യത്ത് മനസ്സുകൊണ്ട് ചെയ്യേണ്ടതാണ്. ഞാൻ വുളു എടുക്കുന്നു. നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. അല്ലെങ്കിൽ
നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു. ഈ നിയ്യത്ത് മനസ്സിലുണ്ടാവണം, മനസ്സിൽ കരുതണം. മനസ്സിൽ കരുതലോടുകൂടെ നാവുകൊണ്ട് ഉച്ചരിക്കുക. അത് സുന്നത്താണ് കേട്ടോ. ഉച്ചരിക്കൽ സുന്നത്താണ്, മനസ്സിൽ കരുതൽ നിർബന്ധമാണ്. ഓക്കെ. നിയ്യത്ത് ചെയ്യുന്നതും മുഖം കഴുകുന്നതും ഒക്കെ ഉസ്താദ് കാണിച്ചു തരും. രണ്ടാമത്തെ ഫർള് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? മുഖം മുഴുവനും കഴുകുക. മുഖം മുഴുവൻ കഴുകുക. മുഖം മുഴുവനും കഴുകുക. മുഖം മുഴുവനും കഴുകുക എന്ന് പറയുമ്പോൾ മുഖത്തിൻ്റെ അതിർത്തി നമ്മൾ മനസ്സിലാക്കണ്ടേ മക്കളെ? നോക്കൂ, ഇതാ തലയിൽ മുടി മുളക്കുന്ന ഒരു സ്ഥലം കണ്ടില്ലേ നിങ്ങൾ അല്ലേ? ആ ഒരു സ്ഥലം മുതൽ ഇങ്ങനെ താഴോട്ട് താടിയെല്ലിൻ്റെ താഴെ അറ്റം വരെ, ഈ താടിയെല്ലിൻ്റെ താഴെ അറ്റം വരെ. ഈ ഒരു ചെവി കണ്ടില്ലേ, ചെവിയുടെ ഈ ഒരു കുറ്റി, ഇവിടെ മുതൽ ഈ ചെവിയുടെ കുറ്റി വരെ ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മളങ്ങ് വരച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ ഭാഗവും കഴുകണം. അതിൽ രോമങ്ങളുണ്ടാവും. താടിയുള്ളവർക്ക് രോമം ഉണ്ടാവും ഇല്ലേ? ഉണ്ടാവും. ഇതെല്ലാം ശരിക്കും കഴുകണം. എന്നാൽ മാത്രമേ വുളു ശരിയാവുകയുള്ളൂ. വെള്ളം ഒലിക്കണം. കാരണം എന്താ? വുളുവിൻ്റെ ഷർത്തുകൾ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ത്? കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ മുഖം കഴുകുന്ന അവയവമാണ്. മുഖത്തിൽ വെള്ളം ഒലിക്കണം. തടവിയാൽ പോരാ, നനഞ്ഞാൽ പോരാ, ഒലിക്കണം. ഓക്കെ. ഇനി എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കണം. ഉസ്താദ് നിയ്യത്ത് ചെയ്ത് മുഖം കഴുകുന്നത് കാണിച്ചു തരാം കേട്ടോ. നിയ്യത്ത് ചെയ്ത ഉടനെ മുഖം കഴുകണം. വെള്ളം ഇങ്ങനെ എടുത്ത് നിയ്യത്ത് ചെയ്യുക. വെള്ളം എടുത്തതിന് ശേഷമാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. നിയ്യത്ത് ചെയ്ത് ഉടനെ മുഖം കഴുകണം. ഉസ്താദ് കാണിച്ചു തരാം. മക്കളെല്ലാവരും ശ്രദ്ധിച്ച് കാണണം. ഓക്കെ. എന്നാൽ സ്ക്രീനിലേക്ക് നോക്കൂ. നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. നിങ്ങൾ കണ്ടു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച 2 ഫർള് ഏതൊക്കെയാണെന്ന് ഉറക്കെ പറയൂ. ഒന്ന് നിയ്യത്ത്, 2 മുഖം മുഴുവൻ കഴുകുക. ഇത് രണ്ടും നമ്മൾ പഠിച്ചല്ലോ, കാണുകയും ചെയ്തില്ലേ? ചെയ്തു. ഇൻഷാ അല്ലാഹ് ഒന്നും കൂടെ ഉസ്താദ് വിശദീകരിച്ച് തരാം കേട്ടോ. അദ്ദറസു സാലിസ്, ചാപ്റ്റർ 3. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ് കർമ്മങ്ങൾ സ്വീകാര്യമാവുക. ഏത് കർമ്മങ്ങളും ശരിയാവണമെങ്കിൽ എന്ത് വേണം? നിയ്യത്ത് വേണം അല്ലേ? നമ്മൾ വുളു എന്ന ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ? അത് പഠിക്കുകയാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് ഏതാണ്? നിയ്യത്താണ്. അപ്പോൾ നിയ്യത്ത് വേണം. ഉസ്താദേ, മുഹ്സിൻ്റെ വുളു ശരിയായിട്ടില്ല, അവൻ്റെ കൈമുട്ട് നനഞ്ഞിട്ടില്ല, ഹാമിദ് പറഞ്ഞു. കുട്ടികൾ വുളു എടുക്കുകയാണ്, കുട്ടികൾ നോക്കി നിൽക്കുകയാണ്, മുഹ്സിൻ വുളു എടുക്കുകയാണ്. വുളുയിൽ കൈമുട്ട് നനയാത്തത് കണ്ടപ്പോൾ ഹാമിദ് വിളിച്ചു പറഞ്ഞു, ഉസ്താദേ മുഹ്സിൻ്റെ വുളു ശരിയായിട്ടില്ല, അവൻ്റെ കൈമുട്ട് നനഞ്ഞിട്ടില്ല. കൈമുട്ടുൾപ്പെടെ കഴുകൽ
വുളുഇൻ്റെ ഫർളാണ്. ഫർള് ഒഴിവാക്കിയാൽ വുളു ശരിയാവില്ല. ഉസ്താദ് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് കൈമുട്ട് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? ശേഷം പഠിക്കൂ കേട്ടോ. കൈമുട്ട് ഉൾപ്പെടെ കഴുകൽ വുളുഇൻ്റെ ഫർളാണ്. വുളുഇൻ്റെ ഫർള് ഇല്ലെങ്കിൽ വുളു ശരിയാവുകയില്ല. വുളുഇൻ്റെ ഫർളുകൾ ഏതൊക്കെയാണ്? ഹാമിദ് ചോദിച്ചു. വുളുഇന് 6 ഫർളുകളുണ്ട്. 1 നിയ്യത്ത്, 2 മുഖം മുഴുവൻ കഴുകുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞതല്ലേ. മുഖം കഴുകുന്നതും നിയ്യത്ത് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരുകയും ചെയ്തു. ഇനി എല്ലാവരും ഇതുപോലെ നിയ്യത്ത് ചെയ്ത് മുഖം കഴുകുന്ന വീഡിയോ നിങ്ങൾ ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കണം. തെറ്റാൻ പാടില്ല കേട്ടോ. ഇനി എല്ലാവരും തദ്രീബാത്ത് എടുക്കും. തദ്രീബാത്ത്. നംല ഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിച്ചെഴുതണം. അതിൽ ഒന്നാമത്തേത് മുഖം ഡാഷ് കഴുകുക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇല്ലേ? പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അതവിടെ എഴുതാം. 2, 3, 4, 5 ഇതൊന്നും പഠിച്ചിട്ടില്ല. 2, 3, 4 ഇൻഷാ അല്ലാഹ് അത് 3ഉം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. 5ാമത്തേത് ഫർള് ഡാഷ് വുളു ശരിയാവില്ല. ഇന്നെടുത്ത പാഠഭാഗത്തിലുണ്ട്. അത് നോക്കിയിട്ട് വൃത്തിയിൽ എഴുതണം കേട്ടോ. അൽ വുളു സഹീഹുൻ അം ല. താഴെ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ വുളു ശരിയാകുന്നതുകൊണ്ട് ശരിയാവാത്തതുമുണ്ട്. അതൊന്ന് വായിച്ച് നോക്കിയിട്ട് നമ്മൾ എഴുതണം. വുളു ചെയ്യുമ്പോൾ ചുണ്ടുകൾ നനഞ്ഞിട്ടില്ല. വുളു ചെയ്യുമ്പോൾ ചുണ്ടുകൾ നനഞ്ഞില്ല. ചുണ്ട് അത് മുഖത്തിൻ്റെ അവയവത്തിൽപ്പെട്ടതാണോ? ആണോ? ആണല്ലേ. അപ്പോൾ ചുണ്ടുകൾ നനയണം അല്ലേ? അപ്പോൾ വുളു ശരിയാവുമോ? നനഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വുളു ശരിയാകും എന്നാണോ ഇല്ല എന്നാണോ? അവിടെ സഹീഹുൻ എന്നാണോ അല്ലെങ്കിൽ ല എന്നാണോ എഴുതേണ്ടത്? നിങ്ങൾ നോക്കിയിട്ട് എഴുതുക കേട്ടോ. 3ാമത്തത്, 2ാമത്തത് എടുത്തിട്ടില്ല. 3ാമത്തത് കഴുത്ത് നനയാതെ മുഖം കഴുകി. കഴുത്ത് നനയാതെ മുഖം കഴുകി. ഉസ്താദ് മുഖത്തിൻ്റെ അതിർത്തി പറഞ്ഞു തന്നിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്. കഴുത്ത് മുഖത്തിൽപ്പെട്ടതാണോ? ആണോ? നിങ്ങൾ ആലോചിച്ചിട്ട് അവിടെ ശരിയാകുമെന്നാണെങ്കിൽ സഹീഹ് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ല എന്നെഴുതുക കേട്ടോ. 4ാമത്തേത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് വായിക്കാം. 5 കയ്യിൽ ചക്കയുടെ വിളഞ്ഞിയുള്ളതിനാൽ ആ ഭാഗം നനഞ്ഞില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? വുളുഇൻ്റെ ഷർത്ത് അതിൽപ്പെട്ടതാണ്. കയ്യിൽ ചക്കയുടെ വിളഞ്ഞിയുള്ളതിനാൽ ആ ഭാഗം നനഞ്ഞില്ല. ചക്ക കഴിച്ചിട്ടില്ല മക്കളെ നിങ്ങളെല്ലാവരും? ഇല്ലേ? ഉണ്ട്. അതിന് വിളഞ്ഞി ഉണ്ടാകും അല്ലേ? ശരീരത്തിലേക്ക് ഒട്ടിപ്പിടിക്കുന്നൊരു സാധനം അല്ലേ? ഉണ്ട്. അത് നമ്മുടെ കയ്യിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിളഞ്ഞിയുള്ള സ്ഥലത്ത് വെള്ളം എത്തിയിട്ടില്ല. വുളു ശരിയാകുമോ ഇല്ലയോ? നിങ്ങൾ ആലോചിച്ച് ഉത്തരം എഴുതുക. ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി നിയ്യത്തോടു കൂടെ മുഖം കഴുകുന്ന വീഡിയോ എടുത്ത് നിങ്ങൾ ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ശരിയായ രൂപത്തിൽ വുളു എടുക്കുകയും ശരിയായ രൂപത്തിൽ നിസ്കരിക്കുകയും ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ് തവസ്സൽനാ ബിബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله.